ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ്റെ കുറേ ഉപദേശങ്ങളും മുത്തശ്ശൻ മരണത്തെക്കുറിച്ച് പറയുന്നതും ഒക്കെയാണ്. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, മരണത്തെ ഒരിക്കലും ആർക്കും തടുക്കാൻ കഴിയില്ല, അത് എല്ലാവരുടെയും വിധി തന്നെയാണ്, അത് നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ പോയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനി പറഞ്ഞു, എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ മരണത്തെക്കുറിച്ച് എന്തിനാ ഇപ്പം പറയുന്നത്, നമ്മളിപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയല്ലേ, അപ്പോൾ പിന്നെ ഈ മരണത്തെ ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് സംസാരിച്ചുകൂടെ എന്ന് പറയുമ്പം, അല്ല മക്കളെ, ഞാൻ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞതാ, ദേ ഇനി മുത്തശ്ശൻ ഇങ്ങനെ മരണത്തെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് ആദർശം പറഞ്ഞു. ശേഷം മുത്തശ്ശൻ പറഞ്ഞു, എങ്കിൽ ബാ, നമുക്ക് ഏതായാലും ഇവിടെ ഒത്തുകൂടിയതല്ലേ, ഒരു ഫോട്ടോ എടുത്തേക്കാം, എല്ലാവരും ഒരു ഫാമിലി ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോകൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം മുത്തശ്ശനെ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനീനെയും ജയനെയും വിളിച്ചു. അങ്ങനെ ഓരോ ഫാമിലി ആയിട്ട് മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നയനയും ആദർശം വന്നു. അങ്ങനെ നയനയെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തു കേട്ടോ. വേറെ ഒന്നിനുമല്ല, മനസ്സിൽ നമ്മുടെ ആദർശ് വിചാരിക്കുകയാണ്, ഇനിയിപ്പം മുത്തശ്ശനൊരു സങ്കടം തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ട് നയനയെ ചേർത്ത് നിർത്തിയേക്കാന്നും പറഞ്ഞ് നന്നായിട്ട് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച്, അതായത് തോളത്ത് കൈയൊക്കെ ഇട്ടിട്ടാണ് ഒരു ഫോട്ടോ എടുത്തത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി വല്ലാതെ അസ്വസ്ഥതയാകുന്നുണ്ട് അവിടെ നിന്ന്. അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇപ്പം തൽക്കാലം ആദർശ്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ആ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ കാണിക്കുന്ന സീന് വീട്ടിൽ തന്നെയാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഒരു ഷർട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് ആദർശിന്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, എനിക്ക് ഇത്രയും നല്ലൊരു പാർട്ടി തന്നല്ലോ, അതിനു വേണ്ടിയാന്ന് പറയുമ്പോൾ, ദേ നീ പാർട്ടിയുടെ കാര്യമൊന്നും പറയരുത്, നിന്നെയും കൊണ്ട് തനിച്ചു പോയൊരു പാർട്ടി ഇതിനേക്കാളും ഗംഭീരമായിട്ട് തരാൻ വേണ്ടി വിചാരിച്ച എന്നെ നീ ചതിച്ചില്ലേ, നീ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തിയില്ലേ. അയ്യോ, ഒരിക്കലും ആദർശേട്ടൻ ഞാൻ എല്ലാവരെയും വിളിച്ചു വരുത്തിയതല്ല, ഇനിയിപ്പോൾ ആരാണെങ്കിലും വിളിച്ചു വരുത്തിയത് ആരാണെങ്കിലും അത് നല്ലതല്ലേ, എല്ലാവരും കൂടി ഒരു നല്ല പാർട്ടി കൊടുക്കാൻ പറ്റിയില്ലേ നമുക്ക്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ രണ്ടും കൂടെ തന്നെ ഇവിടുന്ന് പാർട്ടിക്ക് പോകുവാണെങ്കിൽ അത് അമ്മ എന്ത് ഇതായിട്ടായിരിക്കും കാണുന്നത്, പിന്നെ അതിവിടെ ഒരു വലിയൊരു പ്രശ്നമായി തീരില്ലേ എന്ന് പറയുമ്പം, അതൊക്കെ ഞാൻ ഒഴിവാക്കിയേനെ നയന, ഏതായാലും അങ്ങനെ ഒരു പാർട്ടി നമുക്ക് മിസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ തന്നെയാണ് നമ്മുടെ ആദർശ് സംസാരിക്കുന്നത്. അപ്പം നയന പറഞ്ഞു, എങ്ങനെയുണ്ട് ഗിഫ്റ്റ്, ഇത് വേണം വളകാപ്പിന് ആദർശേട്ടൻ ഇടാനെന്ന് പറയുമ്പം, ഏതായാലും നിൻ്റെ ഗിഫ്റ്റ് തരക്കേടില്ല, നീ എല്ലാ അർത്ഥത്തിലും കഴിവ് തെളിയിച്ചൊരു പെൺകുട്ടിയാണല്ലോ, ഡിസൈനിലാണെങ്കിലും അങ്ങനെ എല്ലാ അർത്ഥത്തിലും, അതുകൊണ്ട് നീ സെലക്ട് ചെയ്യുന്ന ഒന്നും മോശമായി പോകില്ലല്ലോ, എനിക്കിത് ഇഷ്ടമായി എന്ന് പറയുമ്പം, ഏതായാലും എനിക്ക് ആദർശേട്ടൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാകും, എൻ്റെ ഇഷ്ടങ്ങളൊന്നും മനസ്സിലാക്കി ആദർശേട്ടൻ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പം, ആര് പറഞ്ഞു നിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ലെന്ന്, നിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് നമുക്ക് ഒരുമിച്ച് പുറത്തു പോകാൻ എന്നൊക്കെ തീരുമാനിച്ചതും ഒരു ചെറിയ ഷോപ്പിംഗ് നടത്താനൊക്കെ വേണ്ടിയായിരുന്നു, പക്ഷേ എല്ലാം കുളവാക്കി കളഞ്ഞില്ലേ, എല്ലാം കുളവായി പോയില്ലേ എന്ന് പറയുമ്പം, സാരമില്ല, നമുക്ക് ഇനി ഒരു ദിവസം പോകാമെന്ന് നമ്മുടെ നയന പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കിടയിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പാതിരാത്രിയാകുന്നു. രാത്രി നമ്മുടെ നവ്യ ഇങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പോൾ കിടന്നുറങ്ങുമ്പോഴത്തേക്കും അബിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. അബി നോക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, ഇതുവരെ മരുന്ന് കഴിച്ചിട്ടും ആ കുഞ്ഞിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, നവ്യയ്ക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം കാരണം, ഇവള് പോത്ത് പോലെ കിടന്നുറങ്ങുക, ഇപ്പം എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടല്ലോ, എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് പതുക്കെ വയറിൽ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പതുക്കെ വയറിൽ ഇങ്ങനെ തൊട്ട് നോക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നവ്യ ഞെട്ടി എണീറ്റിട്ട്, എന്താ അഭി ഈ പാതിരാത്രി കാണിക്കുന്നത്, ഇപ്പം അഭി എന്താ കാണിച്ചത്, എൻ്റെ വയറ് തൊട്ട് നോക്കിയത് എന്തിനാന്ന് ചോദിക്കുമ്പം, അത് പിന്നെ നവ്യ, ഞാൻ നമ്മുടെ കുഞ്ഞിനെ നോക്കിയതാന്ന് പറഞ്ഞപ്പം, ഈ പാതിരാത്രി കുഞ്ഞിനെ നോക്കാനോ, ആ കുഞ്ഞ് കിടന്നുറങ്ങുകയല്ലേ, ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ എന്ത് നോക്കാനാ, നിനക്കെന്താ വല്ല ഭ്രാന്തും ഉണ്ടോ, ഈ പാതിരാത്രി കുഞ്ഞിനെ നോക്കുകയാണ് പോലും, നിനക്കെന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പം, അല്ല നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും വയറുവേദനയോ വല്ലതും ഉണ്ടോ, എനിക്ക് ഒരു കുഴപ്പമുള്ള ഞാനിങ്ങനെ കിടന്നുറങ്ങുമോ, എന്താ അഭി ഈ പാതിരാത്രി വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നേ, അല്ല നിനക്കെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് സാധിച്ചു തരേണ്ട ഞാനാണല്ലോ, അപ്പം നിനക്കെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, ഉണ്ട്, ഒരു ഡയമണ്ട് നെക്ലേസ് വേണം, അത് നിനക്കിപ്പോൾ മേടിച്ച് തരാൻ പറ്റുമോ, എൻ്റെ പൊന്നു നവ്യ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നിൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞല്ലേ, അപ്പോൾ അതിനെ നോക്കുക എന്നുള്ളതും അതിനൊരാപത്തും വരാതെ സൂക്ഷിക്കുക എന്നുള്ളതും എൻ്റെ ഇതല്ലേ,
അപ്പോൾ പിന്നെ ഞാനങ്ങനെ വയറ്റി തൊട്ട് നോക്കി നോർത്തോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു പ്രശ്നമില്ല, എൻ്റെ ഉറക്കം കളഞ്ഞില്ലേ, അബിക്കോ ഉറക്കമില്ല, എൻ്റെ ഉറക്കം കൂടെ കളഞ്ഞപ്പോൾ സമാധാനമായല്ലോ. ദേ കുഞ്ഞ് കിടന്ന് ഉറങ്ങട്ടെ. വയറ്റി കിടക്കുന്ന കുഞ്ഞ് കിടന്ന് ഉറങ്ങുമോ? അതിന് ഇങ്ങനെ സമയങ്ങളൊക്കെ ഉണ്ടോ ഉറങ്ങുന്നതിന്? പിന്നില്ലേ കുഞ്ഞുങ്ങൾ എന്താ ഉറങ്ങില്ലേ? വയറ്റി കിടന്നും കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങും. ഇപ്പം എൻ്റെ കുഞ്ഞ് ഉറങ്ങുന്ന സമയം, അതിനെ വെറുതെ ശല്യം ചെയ്യാതെ എൻ്റെ അബി മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. ഏതായാലും നവ്യ തിരിഞ്ഞും കിടന്നു. നവ്യ തിരിഞ്ഞു കിടന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുമോ, ഇനി തിരിഞ്ഞു കിടന്നില്ലെങ്കിൽ വയറും പൊത്തിപ്പിടിച്ചില്ലെങ്കിൽ ഞാൻ പാട് വെച്ചിരിക്കുന്നത് അറിയും. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, തിരിഞ്ഞു കിടക്കാം, വയറും പൊത്തിപ്പിടിക്കാമെന്ന് പറഞ്ഞ് വയറ് പൊത്തിപ്പിടിച്ചിട്ട് തിരിഞ്ഞു കിടന്നു. അപ്പം അഭി ചോദിച്ചു, ഇതെന്തിനാ നീ വയറൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എനിക്കിങ്ങനെ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. അഭിക്ക് എന്തൊക്കെയാണ് അഭി അറിയേണ്ടത്? അഭി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് നവ്യ കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ അഭി ആകപ്പാടെ പ്രശ്നത്തിലിരിക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ജലജനെ കാണിക്കുന്നത്. ജലജ കിടന്നിങ്ങനെ ജലജയ്ക്ക് ഉറക്കമില്ല. ജലജ കിടന്നപ്പോഴത്തേക്കും തൊട്ടടുത്ത് കനകദുർഗയും ഉണ്ടല്ലോ. അപ്പം കനകദുർഗ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് ഇവള് ഇപ്പം എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തുടങ്ങിയെന്ന് തോന്നി. ഇപ്പം ഇവൾ AC ഒക്കെ എത്ര സ്പീഡിലിട്ടാലും എത്ര കൂട്ടി വെച്ചാലും ഇവള് കിടന്നുറങ്ങും. എവിടെ കിടക്കേണ്ടവളാ ഇപ്പം കയറി കിടക്കുന്നത് കണ്ടില്ലേ? കുപ്പയെ കിടക്കേണ്ടവരൊക്കെ എൻ്റെ അടുത്താണല്ലോ. എൻ്റെ ഈശ്വര, എൻ്റെ വിധി ഇതായി പോയല്ലോ. ഏതായാലും അവളുടെ കാര്യത്തിനൊരു തീരുമാനം ആകുവാണെങ്കിൽ ഈ തള്ളേനെ ഇവിടുന്ന് പറഞ്ഞു വിടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയല്ല, മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് എന്തായി ഏതായി എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ കനകദുർഗയ്ക്ക് ഭയങ്കര വെപ്രാളം. അങ്ങനെ കനകദുർഗ നേരെ അവരുടെ റൂമിലേക്ക് കയറി പോവുക. ആരുടെ റൂമിലേക്ക്? നമ്മുടെ നവ്യയുടെയും അഭിയുടെ റൂമിലേക്ക്. അപ്പോൾ കനകദുർഗ അല്ലാട്ടോ, സോറി, ജലജ. അപ്പം കനകദുർഗ പെട്ടെന്ന് എണീറ്റു. കനകദുർഗ എണീറ്റപ്പോഴത്തേക്കും ജലജേനെ കാണുന്നില്ല. അപ്പം ജലജയും പതിയെ പോയി നോക്കിയപ്പോഴത്തേക്കും ഇവരുടെ റൂമിൻ്റെ അവിടെ ചെന്ന് ഇങ്ങനെ ചെവി വെച്ച് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് അയ്യേ, ഈ പെണ്ണുമ്പുള്ളി ഇതെന്താ കാണിക്കുന്നത്? സ്വന്തം മകനും മരുമകളും ഉറങ്ങുന്ന മുറിയിൽ പോയി ഈ ചെവിയൊക്കെ വെച്ച് കേൾക്കാൻ ഈ പെണ്ണുമ്പുള്ളക്ക് എന്താ ഒരു അന്തസ്സും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകദുർഗ പതുക്കെ ചെന്നിട്ട് തോളത്ത് തട്ടിയിട്ട് അതേ എന്തെങ്കിലും ശബ്ദം കേട്ടോന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ജലജ പറഞ്ഞു ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ജലജ ഞെട്ടിപ്പോയി. ജലജ നോക്കിയപ്പോഴത്തേക്ക് കനകദുർഗ നിൽക്കുന്നുണ്ട്. കനകദുർഗ പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ല, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? വെളിവും വെള്ളിയാഴ്ച ഉള്ളവരൊക്കെ കാണിക്കുന്ന പരിപാടിയാണോ നിങ്ങൾ ഈ കാണിക്കുന്നത്? വൃത്തികേടെന്നല്ലാതെ ഇതിനെന്താ പറയുക? നിങ്ങളെപ്പോഴും പറയുമല്ലോ പലവർക്കും അന്തസ്സില്ല എന്ന്. ദേ ഇതിനാ പറയുന്ന അന്തസ്സില്ലെന്ന്. ഏതായാലും കൊള്ളാം, ഇതെല്ലാവരോടും പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറയുമ്പം അയ്യോ ഇനി ഇത് കൊട്ടിക്കോഷിച്ചൊന്നും നടക്കണ്ട, ഇവിടെ നിന്നൊരു ശബ്ദം കേട്ടിട്ട് ഞാൻ വന്നതാ. അങ്ങനെ അവരുടെ മുറിയിൽ പല ശബ്ദങ്ങളും കേൾക്കും. ആ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടേ റൂമിന് അടുത്ത് ചെന്ന് നിന്ന് നോക്കാനേ നിങ്ങൾക്ക് അന്തസ്സില്ലാഞ്ഞിട്ടാ. ഏതായാലും നിങ്ങളെക്കുറിച്ചൊരു നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു, ആ നിലയും വിലയും കൂടെ തീർന്നു കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകദുർഗ. അപ്പോഴത്തേക്കും ജലജയ്ക്കും ദേഷ്യം വന്നിട്ട് ജലജ അവിടെ നിന്ന് പോയിട്ട് പറഞ്ഞു ഇത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് ഏതായാലും വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മോനോടും എൻ്റെ മോളോടും ഞാൻ പറഞ്ഞിരിക്കും, അവരൊന്ന് ഇത് കരുതിയിരിക്കുന്നത് നല്ലതായെന്ന് ഞാൻ പറയുന്നു പറഞ്ഞു. എന്നിട്ട് ആ ഒരു സീൻ അങ്ങ് തീർന്നു. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശം നയനയാണ് കേട്ടോ. അപ്പോൾ ആദർശം നയനയും കിടന്നുറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. അങ്ങനെ ആദർശ് കറണ്ട് പോയപ്പോൾ ഇത് എന്ത് പറ്റി കറണ്ട് പോയത്? ഏതായാലും നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ഫോൺ എടുക്കാൻ വേണ്ടി നയനയുടെ അപ്പുറത്തെ വശത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൈയിട്ട് അപ്പുറത്തെ വശത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും നയനം ഞെട്ടി എണീച്ചിട്ട് നിങ്ങൾ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? ആഹാ, ഇവിടെ മനുഷ്യന് സ്വസ്ഥതയും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ? എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഒരു വൃത്തികെട്ടവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏതാണെങ്കിലും ഒരു ഭാര്യയല്ലേ, അടുത്ത് കിടക്കുമ്പോൾ ഒന്ന് ചോദിക്കുമല്ലോ വേണ്ടേ? ഇതുപോലെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങളിപ്പോൾ എന്നെ ഉമ്മ വയ്ക്കാൻ വന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്താ നയനി ഈ പറയുന്നത്? ഉമ്മ വയ്ക്കാനോ? ഞാനോ? പിന്നെ എനിക്ക് ഉമ്മ വയ്ക്കാൻ ഭ്രാന്തുണ്ടോ? എനിക്ക് മനസ്സിലായി, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം എന്നെ ഉമ്മ വയ്ക്കാൻ വന്നതാണെന്ന്. അത്രയ്ക്കായല്ലേ ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയോടും ഞാൻ പറയുന്നു പറഞ്ഞപ്പം നീ എന്തൊക്കെയാ നയനി ഈ പറയുന്നത്? ഇതൊക്കെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാൻ പറ്റിയ കാര്യങ്ങളാണോ? അല്ല പിന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എണീറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു എങ്കിൽ പിന്നെ ഇതിന് പകരം വീട്ടിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തു കേട്ടോ നമ്മുടെ ആദർശിന്. അവിടെ ചേർത്ത് നിർത്തി ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു ഈ കടം വീട്ടാനുള്ള ഉത്തരവാദിത്തം അത് നിങ്ങൾക്കാണ് ഉള്ളത്, അതെന്താണെന്ന് വെച്ചാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വീട്ടിക്കോണം, ഇല്ലെങ്കിൽ പലതും ഒക്കെ ഇവിടെ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന പോയി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദർശൻ അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. അപ്പോഴത്തേക്കും തന്നെ കറണ്ട് വന്നപ്പോഴത്തേക്കും നയന് ചോദിച്ചു അല്ല ഞാൻ ഇവിടെ കിടക്കണോ അതോ നിലത്തിറങ്ങി കിടക്കണോ, ഇനിയിപ്പം പല അഭ്യാസ പ്രകടനങ്ങളും കാണുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ ഒന്ന് കിടന്ന് ഉറങ്ങുമോ നയനെ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ രണ്ടും കിടന്നുറങ്ങുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജലജയാണെങ്കിൽ വീണ്ടും
നമ്മുടെ അഭിയുടെയും നവ്യയുടെ റൂമിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ അഭിയുടെയും നവ്യയുടെ റൂമിൽ പോയി നിന്നിട്ട് ഇവരെന്താ ഇറങ്ങി ഇതുവരെ വരാത്തതെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അഭി ഇറങ്ങി വന്നപ്പോൾ നീ എന്താണോ ഒന്ന് ഫോൺ കോൾ പോലും ഇന്നലെ ചെയ്യാതിരുന്നത്? അതമ്മേ, ഞാൻ വിളിച്ചപ്പോഴും നിൻ്റെ ഫോൺ നീ എടുത്തില്ലല്ലോ, അത് സൈലൻറ്റ് മോഡിലായിരുന്നു. എന്തിനാ കോൾ ചെയ്യുന്നത്? എന്തിനാ അമ്മേനെ കാണുന്നത്? ഒന്നും നടന്നില്ല. പിന്നെന്താ? അല്ല, അവൾക്കൊന്നും സംഭവിച്ചില്ലേ? ഒന്നും സംഭവിച്ചില്ല. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും സംഭവിച്ചില്ല. എങ്കിൽ പിന്നെ ഇനി ഗുളിക വല്ലതും മാറിപ്പോയി കാണുമോ? എന്ത് മാറിപ്പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല. അവൾക്ക് ഒരു പ്രശ്നമില്ല. ഇന്നലെ എനിക്കായിരുന്നു ഉറക്കമില്ലാത്തത്. അതേ മോനെ, ഇന്നലെ എനിക്കും ഉറക്കമില്ലായിരുന്നു. നമ്മൾ പണിതിട്ട് അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നവ്യയുടെ ഒരു കാർച്ച കേട്ടിട്ട് നവ്യ ഓടി വരിക. അപ്പോൾ ഇവർ സന്തോഷിക്കുകയാണ് കേട്ടോ. എന്താ നവ്യ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നം? വയറുവേദന? എന്താ സംഭവിച്ചത്? അത് പിന്നെ സംഭവിച്ചു. അത് പിന്നെ ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? അത് പിന്നെ ബാത്റൂമിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഓന്തുപല്ലി. ഓന്തുപല്ലിയോ? ഒരു വലിയ പല്ലി, ഓന്തിനെ പോലെ ഇരിക്കുന്നത്. പണ്ട് മുതൽ എനിക്ക് പല്ലീനെ പേടിയാണ്. അതും കൊണ്ടാണ് ഞാൻ കിടന്ന് കാറിയത്. ഇത് ഗോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് ഇങ്ങനെ തരിച്ച് കയറിയിട്ട് ഒരു പല്ലീനെ കാണുമ്പോൾ പേടിക്കുന്നവൾ ഒരു കുഞ്ഞിനെ വളർത്താൻ പോകുന്നു, നിനക്ക് നാണമില്ലേടി എന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് പേടിയാ. അപ്പം പിന്നെ ഞാൻ പിന്നെ എന്തിനാ നാണിക്കുന്നത്? എൻ്റെ ഭർത്താവിനോടല്ലേ എൻ്റെ പേടിയുടെ കാര്യം പറയേണ്ടത്, അല്ലാതെ പിന്നെ ആരോടാ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാബി, ഈ ജില്ലയിലെ പല്ലികളെല്ലാം നീ പിടിക്കാൻ നടന്നോ? അല്ല, നിൻ്റെ ഭാര്യയ്ക്ക് പേടി മാറണമെങ്കിൽ ഇനി അതല്ലേ ഉള്ളൂ. ഇനിയിപ്പം പല്ലിയൊക്കെ ഈ ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. അപ്പം പിന്നെ ഇവളല്ലേ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് പിന്നെ എല്ലാ ജില്ലകളിലും പോയി പല്ലീനെ പിടിച്ച് കളഞ്ഞോളാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യയ്ക്ക് കലി വന്നു കേട്ടോ. അപ്പം നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്, ദേഷ്യം വന്നിട്ട് നവ്യ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ജലജയുടെ വർത്താനം കേട്ടിട്ട്. അപ്പോഴത്തേക്കും ആണെങ്കിൽ പല്ലീനെ പിന്നെ എന്താ, എനിക്ക് പേടിയായിട്ടല്ലേ? എനിക്ക് പല്ലീനെ പേടിയാണ്, നിങ്ങൾക്ക് പല ജന്തുക്കളെയും പേടി കാണുമല്ലോ. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, പല ജന്തുക്കളെ ഒന്നും പേടിയില്ല. ഇവിടെ 2 ജന്തുക്കളുണ്ട്. ആ 2 ജന്തുക്കളെയാണ് പേടിക്കേണ്ടത്, നീയും നിൻ്റെ ചേച്ചിയും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.